സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇറ്റലി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലാളി പണിമുടക്കാണ് ആ രാജ്യത്ത് അരങ്ങേറിയത്. തൊഴിലാളികൾ മാത്രമല്ല, സാധാരണക്കാരും മനസാക്ഷി മരവിക്കാത്ത എല്ലാവരും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തി. അവരുടെ ആവശ്യം പക്ഷേ തൊഴിലാളി പ്രശ്നമായിരുന്നില്ല. ഗാസയിലെ വംശഹത്യയിൽ ഇറ്റാലിയൻ സർക്കാർ നിലപാട് സ്വീകരിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഫ്രാൻസും ബ്രിട്ടനും വരെ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇറ്റലി മാറി നിൽക്കുന്നു എന്നുള്ള സുപ്രധാന ചോദ്യവും പ്രതിഷേധക്കാർ ഉയർത്തി. പണിമുടക്കിൽ റോഡ്, റെയിൽ ഗതാഗതവും തുറമുഖങ്ങളുടെ പ്രവർത്തനം വരെയും തടസ്സപ്പെട്ടു. ശക്തമായ ജനവികാരത്തിന് മുന്നിൽ എത്ര വലിയ വലതുപക്ഷ സർക്കാരിന്റെയും അടിപത്രം. അത് തന്നെ ഇറ്റലിയിലും സംഭവിച്ചു. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും അടുത്ത സുഹൃത്തായ ജോർജിയോ മെലോനിക്കും പലസ്തീൻ വിഷയത്തിൽ അങ്ങനെ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി വേദിയിൽ ഇസ്രയേലിനെ ഏറെക്കുറെ തള്ളിപ്പറയുന്ന രീതിയിലാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനി പ്രസംഗിച്ചത്. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും വഴിയാണ് ഇറ്റലിയും എന്ന് വ്യക്തമായ സൂചന നൽകുന്നതാണ് അവരുടെ UN വേദിയിലെ വാക്കുകൾ എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മെലോനിയുടെ ഈ നിലപാട് മാറ്റം എന്ന് തന്നെ പറയാം. ഒപ്പം ട്രംപിനും വലിയ തിരിച്ചടിയാണ്. കാരണം ട്രംപിന്റെ അടുത്ത സുഹൃത്തായാണ് മെലോനി അറിയപ്പെടുന്നത്. ഇറ്റലിയുടെ നിലപാട് മാറ്റത്തിന്റെ വഴിയിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത്. തൊഴിലാളി പണിമുടക്കിന് അപ്പുറം മറ്റെന്തെല്ലാം കാരണങ്ങളാണ് മെലോനിയുടെ വലതുപക്ഷ സർക്കാരിനെ പലസ്തീൻ വിഷയത്തിൽ മാറ്റി ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വിലയിരുത്താം. ആദ്യം എന്താണ് മെലോനി പലസ്തീൻ വിഷയത്തിൽ UN പറഞ്ഞതെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് പ്രസംഗത്തിൽ അവർ പലസ്തീൻ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത്. 1, ഗാസയിൽ ഇസ്രയേൽ പരിധി ലംഘിച്ചു. 2, ഗാസയിൽ സൈനിക ആക്രമണങ്ങൾ നിർത്തണം. 3, വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കണം. 4, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇറ്റലി തയ്യാറാണ്, പക്ഷെ അതിന് ഉപാധികളുണ്ട്. നമുക്ക് മെലോനിയുടെ പ്രസംഗത്തിലെ പലസ്തീൻ സംബന്ധിച്ച ഭാഗത്തിലേക്ക് വിശദമായി പോകാം. അത് മുഴുവനായി കേൾക്കുമ്പോൾ മാത്രമാണ് മെലോനിയുടെ നയം മാറ്റത്തിന്റെ കൃത്യമായ സൂചന നമുക്ക് ലഭിക്കൂ. ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ആക്രമണം ക്രൂരതയും ഭീകരതയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം മെലോനി ആരംഭിക്കുന്നത്. ഇത് ഇസ്രയേലിനെ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചു. അത് ആദ്യം നിയമപരമായിരുന്നു. ഓരോ രാജ്യത്തിനും ഓരോ ജനതയ്ക്കും സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആക്രമണത്തോടുള്ള പ്രതികരണത്തിൽ എപ്പോഴും ആനുപാതികമായ തത്വം പാലിക്കണം. ഇസ്രയേൽ ആ പരിധി ലംഘിച്ചു. ജൂതരാഷ്ട്രം മാനുഷിക നിയമങ്ങൾ ലംഘിച്ചു. ഇത് സാധാരണക്കാരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ ഇത് യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിനെതിരെ നിർദ്ദേശിച്ച ചില ഉപരോധങ്ങൾക്ക് ആനുപാതികമായി വോട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു. പക്ഷേ ഗാസയിൽ നടക്കുന്ന എല്ലാത്തിനും ഇസ്രയേലിനെ കുറ്റം പറയുന്നവരുടെ പക്ഷത്തല്ല ഇറ്റലി. കാരണം യുദ്ധം അഴിച്ചുവിട്ടത് ഹമാസാണ്. എല്ലാ ബന്ദികളെയും ഉടനടി വിട്ടയച്ചുകൊണ്ട് പലസ്തീനുകളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നതും ഹമാസിനാണ്. ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ഹമാസ് ശ്രമിക്കുന്നതായി തോന്നുന്നു. ഈ യുദ്ധത്തിന്റെ കെണിയിൽ നിന്ന് ഇസ്രയേൽ സ്വയം മോചിതരാകണം. ജൂത ജനതയുടെ ചരിത്രത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും അത് അത്യാവശ്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ വ്യക്തമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. അഭ്യർത്ഥനകളോ പ്രത്യയശാസ്ത്രപരമായ പ്രഖ്യാപനങ്ങളോ കൊണ്ടോ മാത്രം സമാധാനം കെട്ടിപ്പടുക്കാൻ കഴിയില്ല. പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാവി രൂപീകരണം തടയാനോ വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റങ്ങൾ നിർമ്മിക്കാനോ ഇസ്രയേലിന് അവകാശമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഇറ്റലി വിശ്വസിക്കുന്നു. ഞങ്ങൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഇറ്റലിയുടെ ചരിത്രപരമായ നിലപാട് ആണ് അതൊരിക്കലും മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മാറുകയില്ല. അതേസമയം പലസ്തീനെ അംഗീകരിക്കുന്നതിന് 2 ഉപാധികൾ വേണം. 1, ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കുക. 2, പലസ്തീൻ സർക്കാരിൽ ഹമാസിന് ഒരു പങ്കാളിത്തവും പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മെലോനി ഈ ഭാഗം, അതായത് പലസ്തീൻ സംബന്ധിച്ച തൻ്റെ പ്രസംഗത്തിലെ ഭാഗം അവസാനിപ്പിക്കുന്നത്. പക്ഷേ UN പ്രസംഗം മെലോനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഇസ്രയേലിനെതിരായ വിമർശനമായാണ് നിരീക്ഷകർ കണക്കാക്കുന്നത്. ഏറെക്കുറെ കൃത്യമായ നയം മാറ്റത്തിന്റെ സൂചന തന്നെയാണ് UN മെലോനി നൽകുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുക. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് എല്ലാത്തിനും സ്വയം നിർണയാവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇറ്റലി. അതായത് ഇസ്രയേലിന് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇറ്റലി. ആ ഇറ്റലി ഇപ്പോൾ നയം മാറുന്നത് അല്ലെങ്കിൽ നയം മാറ്റുന്നത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കാടത്തത്തിന്റെ പ്രതിഫലനമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പലസ്തീൻ വിഷയത്തിൽ ഇറ്റലി അമേരിക്കൻ ചേരി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോയാൽ അതിൽ ആദ്യത്തേത് പൊതുജന വികാരം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ
ഇറ്റലിയിലെ 63% ആളുകൾ ഗാസയിൽ ഇത് വംശഹത്യയാണ് എന്നാണ് വിശേഷിപ്പിച്ചത് മിക്ക സർവേകളിലും. നേരത്തെ പറഞ്ഞ പണിമുടക്ക് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. പണിമുടക്ക് മെലോനി സർക്കാർ വിചാരിച്ചതിലും വലിയ വിജയമായി മാറിയിരുന്നു. ഇതോടെയാണ് സർക്കാരിൽ സമ്മർദ്ദം കൂടി വന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ രൂപപ്പെട്ട ഇസ്രയേൽ വിരുദ്ധ വികാരമാണ്. ഗാസയിലെ ഇസ്രയേൽ ക്രൂരത നീണ്ടുപോയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധവുമായി രംഗത്ത് വന്നിരുന്നു. ആദ്യം പിന്തുണയ്ക്കാതിരുന്ന ഈ ഉപരോധങ്ങളെ പിന്തുണയ്ക്കാതിരുന്ന ഇറ്റലി പിന്നാലെ EU ഉപരോധങ്ങളെ ഭാഗികമായി പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. മാത്രമല്ല കൂടുതൽ ഉപരോധങ്ങൾ EUവിൻ്റെ പരിഗണനയിലുമുണ്ട്. മൂന്നാമത്തെ കാര്യം G7 രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് തന്നെ പറയാം. G7 രാജ്യങ്ങളിൽ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യം മെലോനിക്ക് പ്രേരണയായി എന്ന് തന്നെ പറയാം. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാരണം ഇറ്റലിയുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥരുടെ ഒരു കത്താണ്. 300 വിദേശകാര്യ ഉദ്യോഗസ്ഥരാണ് പലസ്തീൻ വിഷയത്തിൽ നയം മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് മാസം അവസാനം ഭരണകൂടത്തിന് കത്തെഴുതിയത്. കത്തിൽ ഗാസ വിഷയത്തിലെ ഇറ്റലിയുടെ നിലപാട് ഒറ്റപ്പെട്ടതാണെന്നും അപകടകരമാണെന്നും വിമർശിക്കുന്നു. ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കാൻ ഇസ്രയേലിനോട് സമ്മർദ്ദം ചെലുത്താൻ കത്ത് ആവശ്യപ്പെടുന്നുണ്ട്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് കത്ത് നിർദ്ദേശിക്കുന്നു. ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ ഇസ്രയേലിനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറ്റലി പിന്തുണയ്ക്കണം എന്നും കത്ത് ആവശ്യപ്പെടുന്നു. അതായത് EUവിൻ്റെ മൂല്യങ്ങളായ മനുഷ്യാവകാശം, അന്താരാഷ്ട്ര നിയമം ഇവ ലംഘിക്കുന്നതിനെതിരെ ഇറ്റലി കടുത്ത നിലപാട് സ്വീകരിക്കണം എന്നും കത്തിലൂടെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ കത്ത് അനധികൃതമാണ് എന്നാണ് മെലോനി വിമർശിച്ചത്. ഇങ്ങനെയുള്ള ഒരു ആഭ്യന്തര സമ്മർദ്ദം വന്നപ്പോഴെല്ലാം മെലോനി ഇസ്രയേലിന്റെ പക്ഷം പിടിച്ചു നിന്നു. തൊഴിലാളി പണിമുടക്ക് വന്നതോടെ കാര്യങ്ങൾ അവരുടെ കൈവിട്ടുപോയി എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. കാരണം പണിമുടക്കിനും അത് ഉയർത്തിയ ആവശ്യത്തിനും വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടി. ഇടത് അനുഭാവികൾക്കപ്പുറം മെലോനിയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷക്കാരും പിന്നെ മധ്യവർഗവും ഗാസ വിഷയത്തിൽ ഇറ്റാലിയൻ ഭരണകൂട നിലപാടിനെതിരെ രംഗത്ത് വന്നതും മെലോനിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേൽ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി അംഗീകാരം നൽകിയ യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലി. അത് ഈ ഘട്ടത്തിൽ നിർണായകമാണ്. പിന്നീട് ഇസ്രയേലിന്റെ സ്വയം നിർണയ അവകാശത്തെ പിന്തുണച്ച് ഇറ്റലി രംഗത്ത് വന്നു. സാംസ്കാരികമായ ബന്ധവും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ദൃഢമാണ്. ഇസ്രയേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യങ്ങളിൽ ഒന്നുമാണ് ഇറ്റലി. സുരക്ഷാ നയതന്ത്ര ബന്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശക്തവുമാണ്. പലപ്പോഴും പലസ്തീൻ ഇസ്രയേൽ വിഷയങ്ങളിൽ നിഷ്പക്ഷ നിലപാടാണ് ഇറ്റലി സ്വീകരിക്കാറുള്ളത്. അതിന് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കാരണമാണ് അങ്ങനെ ഒരു നിഷ്പക്ഷ നിലപാടിലേക്ക് ഇറ്റലി പോകുന്നത്. പക്ഷേ ആ നിഷ്പക്ഷ നിലപാട് എപ്പോഴും ഇസ്രയേലിന് അനുകൂലമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം മുതലാണ് EU നിർദ്ദേശപ്രകാരം ഇറ്റലിക്ക് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നത്. അത് പക്ഷേ EU കൂട്ടായ്മയുടെ കീഴിൽ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ മാറ്റം വന്നത്. അതോടെ ആയുധ വിതരണം നിർത്തിയിരുന്നു. പക്ഷേ രാജ്യമെന്ന നിലയിൽ, ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ആദ്യമായാണ് ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് ഇറ്റലി പോകുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അതാണ് UN നമ്മൾ കണ്ടത്. എന്തായാലും നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് മാറ്റം. ട്രംപുമായുള്ള സൗഹൃദം കാരണം ഇറ്റലി പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കില്ല എന്നാണ് നെതന്യാഹുവും സംഘവും വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇസ്രയേൽ നയതന്ത്രജ്ഞർ വിചാരിച്ചിരുന്നത്. അതാണ് തെറ്റിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇറ്റലി പലസ്തീൻ രാഷ്ട്രത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് എത്തുമെന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരെല്ലാം ഇപ്പോൾ പറയുന്നത്. ഇറ്റലിക്ക് പുറമെ ജർമ്മനിയും ഈ വിഷയത്തിൽ നിലപാട് മാറ്റത്തിന്റെ പാതയിലാണ് എന്നുള്ള സൂചന നേരത്തെ തന്നെയുണ്ട്. നിലവിലെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സിന് നെതന്യാഹുവിന്റെ ഗാസ നയത്തോട് താല്പര്യമില്ല. ഇക്കാര്യം മെഴ്സ് തന്നെ നെതന്യാഹുവിനെ ഫോൺ സംഭാഷണത്തിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ചാൻസലർ ആഞ്ചല മെർക്കലിനെ പോലെ എല്ലാ കാര്യത്തിലും തങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയായാണ് മെഴ്സിന്റെ ഈ ഗാസ വിഷയത്തിലെ നിലപാടിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷ ജർമ്മനിയുടെയും സുരക്ഷയായി കാണുന്ന ഹോളോകോസ്റ്റിന്റെ ഭാഗമായുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം ഗാസയുടെ കാര്യത്തിൽ ജർമ്മനി വെച്ചു പുലർത്താൻ സാധ്യതയില്ല എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്തായാലും ഇറ്റലിയുടെ മെലോനിയുടെ നിലപാട് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. പലസ്തീൻ അനുകൂലമായി ബാക്കി രാജ്യങ്ങളെ കൂടി ചിന്തിപ്പിക്കാൻ ഇത് പ്രേരിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ
കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.